രോഹിത് ശർമ്മയ്ക്ക് വിരമിച്ചൂടെ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? അദ്ദേഹം ഇത്ര മികച്ച ഫോമിലല്ല തുടർന്നു പോകുന്നത്. രോഹിതിന്റെ ഈ ഒരു കടിച്ചു തൂങ്ങൽ കാരണം പല യുവതാരങ്ങളുടെയും അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. രോഹിതിന് വിരമിച്ച് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റുകളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഒക്കെ വളരെ മോശമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഈ ഒരു ടെസ്റ്റിലെടുത്ത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഈ മത്സരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിരാശാജനകമാകുന്ന പെർഫോമൻസ് ആണ് അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഷോട്ടൊക്കെ അനായാസം കളിക്കുന്ന പ്ലെയറാണ് രോഹിത്. പക്ഷേ ഇപ്പോൾ ഒരു മതിയായിരിക്കൊരു ഫുൾ ഷോട്ട് പോലും അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. രോഹിത് ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ കളിച്ചു തോന്നുന്നത് കൊണ്ട് പല യുവതാരങ്ങളുടെയും അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഋതുരാജ് ഗെയ്ക്വാദിനെ പോലത്തെ, സഞ്ജു സാംസനെ പോലത്തെ, അതുപോലെ നമ്മുടെ പല സായ് സുദർശനെ പോലത്തെ ഒരുപാട് മികച്ച താരങ്ങളുടെ അവസരമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഓൾറെഡി അദ്ദേഹം T20 നിന്ന് റിട്ടയർ ആയിട്ടുണ്ട്. ഇനി മേ ബി നമുക്ക് നോക്കാം, അദ്ദേഹം ഈ ഒരു ടെസ്റ്റിലും കംപ്ലീറ്റ് ഫ്ലോപ്പ് ആണെങ്കിലും മിക്കവാറും വൈകാതെ തന്നെ അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ആവാനുള്ള സാധ്യത നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം തന്നെ ആയിരിക്കും ക്യാപ്റ്റൻസി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കളിക്കാരനും നല്ല സമയവും മോശ സമയവും ഉണ്ടാവും. ഏതായാലും രോഹിത് ശർമ്മയുടെ ഈ ഒരു ഫോം ഔട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തൂ.